ഹലോ, ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ. സോ ഇതിലുള്ള മിസ്റ്റേക്സൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തേക്ക്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. സംഭവം എനിക്ക് ഈ ലോങ് വീഡിയോ ചെയ്യാനുള്ള കോണ്ടൻസ് അങ്ങനെ ഒത്തു വരുന്നില്ല. അപ്പോൾ ക്ലേ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ലോങ് വീഡിയോ ഒക്കെ ഉള്ളതുണ്ട്. അങ്ങനെ അവസാനം 3 മാസത്തിൽ തടവിലുണ്ടായ ഈ ക്ലേനെ ഞാൻ മോചിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഈ മോചിപ്പിക്കുമ്പോൾ നമ്മൾ ചെറുതായൊന്നും മോചിപ്പിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ ക്ലേ കലണ്ടർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ട്രിങ്കറ്റ്സോ അല്ലെങ്കിൽ ക്ലേ ചാംസൊക്കെ വിചാരിച്ചതാണെങ്കിലും പിന്നെ വിചാരിച്ച് കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഇരിക്കട്ടേന്ന്. അങ്ങനെ ഞാൻ ക്ലേ കലണ്ടർ തപ്പി പിൻട്രസ്റ്റിൽ കയറിയപ്പോഴോ ഭയങ്കര കഷ്ടം പിടിച്ച കുറേ എണ്ണം അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഏറ്റവും സിമ്പിളായ ഫ്രോഗി കുട്ടനെയാണ് നമ്മളിന്ന് ക്ലേ കലണ്ടറാക്കിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ക്ലേ കൊണ്ടുള്ള പരിപാടി ഭയങ്കര സാറ്റിസ്ഫൈങ് ആൻഡ് സൂതിങ് ആണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. നമ്മളിങ്ങനെ പ്രാന്ത് പിടിച്ച അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലേ എടുത്ത് അതിനിങ്ങനെ മോൾഡ് ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ ഇങ്ങനെ ആ ക്ലേയിൽ അലിഞ്ഞ് ചേരുമെന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് ഈ ക്ലേ കൊണ്ടുള്ള പരിപാടി. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ടൂൾസ് ഒന്നും ഇല്ല, എന്നാലും നമ്മൾ കണ്ണിൽ കാണുന്ന കുറേ വസ്തുക്കളുണ്ടാവും. അപ്പോൾ അതിന് തന്നെ നമ്മൾ ടൂൾസാക്കി യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഈ ബ്രഷും പെന്നും ഇതൊക്കെ ടൂൾസാക്കി യൂസ് ആക്കാനുള്ള ഇത് അതിലുണ്ട്. അപ്പോൾ ഞാൻ വരക്കുന്ന ആ ഹോൾസാക്കി എടുക്കുന്ന സാധനമില്ലേ, അത് കുറച്ച് വലുതാക്കി എടുത്തോട്ടോ. എനിക്ക് ചെറുതായിട്ടൊന്ന് പണിവാളിയായിരുന്നു, എന്നാലും നല്ല അടിപൊളി റിസൾട്ടായിരുന്നു. പിന്നെ ബൈ ദി വേ ഇത് ഞാൻ ചെറിയ രീതിയിലാണ് ആക്കിയിട്ടുള്ളത്, അതായത് മിനി ക്ലേ കലണ്ടർ വേണേൽ വിളിക്കാം. പക്ഷേ കുറേ പേര് ക്ലേ മീഷോന്ന് ഞങ്ങൾക്ക് 120 റുപ്പീസിന് എന്തോ കിട്ടിയതാണ്. അപ്പോൾ അത് ഫുള്ളൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ എനിക്ക് അത് ആവശ്യമില്ലയെന്ന് വിചാരിച്ച് പിന്നെ ഇങ്ങനത്തെ 3 ക്യൂബോയിഡ്സും 2 ചെറിയ ക്യൂബ്സാണ് ഞാൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വലിയ മെഷർമെൻറ്റോ ഒന്നും എടുത്തിട്ടില്ല, എനിക്ക് തോന്നുന്ന പോലെ ചെയ്തു. എന്നിട്ട് ഞാൻ വെച്ച് നോക്കി, അത് ശരിയാവുമ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ വെച്ച് നോക്കിയിട്ട് അത് ഈസി ആയിട്ട് എടുക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് അവിടെ വിടണം. ഇല്ലെങ്കിൽ ക്ലേ ഉണങ്ങിക്കഴിയുമ്പോൾ അതെന്താ പറയുക, കുറച്ചിങ്ങനെ ആ ഒരു വെക്കാനുള്ള ഡിസ്റ്റൻസ് എനിക്ക് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഈ ക്ലീന് നന്നായി ഈ സ്കെയിൽ കൊണ്ടും ബ്രഷ് കൊണ്ടും ഒക്കെ ഞാൻ നന്നായി ചെയ്ത് എനിക്ക് അത്യാവശ്യം കഴിയുന്ന പോലെ ഞാൻ ചെയ്തു. പക്ഷേ ഇതൊക്കെ സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്കൊരു മനസ്സമാധാനം വരില്ല. ഹാഫൊക്കെ വിട്ട് വെച്ചാൽ എനിക്കങ്ങനെയാണ്. എനിക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്താൽ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ട് അത് എൻഡ് വരെ അതേഴ്സ് തന്നെ തീർക്കണം. പക്ഷേ ഈ ക്ലേ അതൊന്നും പറ്റില്ല. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് വാട്ടർ. ഈ ക്ലേ കൊണ്ടുള്ള പരിപാടിക്ക് വാട്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനെ ആ ഒരു ഷേപ്പാക്കി എടുക്കുന്നത് വാട്ടറാണ്. അപ്പോൾ വാട്ടറൊക്കെ യൂസ് ചെയ്ത് നന്നായി പ്രസ് ചെയ്ത് മോൾഡ് ചെയ്ത് ഒക്കെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ എന്നിട്ട് പിന്നെ മെയിൻ വേണ്ടുള്ള കാര്യമാണ് സാൻഡ് പേപ്പറാണ് ശരിക്കും ഇതിനൊരു ഷേപ്പ് തരുന്നത്. സംഭവം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ എങ്ങനെയൊക്കെയോ അത് ഒപ്പിച്ച് അങ്ങനെ ഒപ്പിക്കാനുള്ള ആ ഒരു ഇത് നമുക്ക് വരും. കാരണം ഈ ക്ലേ കൊണ്ടുള്ള പരിപാടി ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഇത് എനിക്ക് ഉണങ്ങി വരാൻ 3 ദിവസം എന്തോ എടുത്തു. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ച് ഇത് പെട്ടെന്ന് ഉണങ്ങിയില്ല, എനിക്ക് 3 ദിവസം എടുത്തു. എന്നിട്ട് നന്നായി ഉണങ്ങിയിട്ട് ഈ ക്ലേ കൊണ്ടുള്ള പരിപാടി നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഉണങ്ങിയില്ലെങ്കിൽ നമുക്ക് പിന്നെ അത് പണി കിട്ടും. അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ ഫുള്ള് സെറ്റാക്കി വെച്ച് എന്നിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ക്യാപ്പ് വെച്ച് കൊടുത്താൽ ക്യാപ്പ് മീൻസ് ഒരു ബ്രൗൺ കളർ എന്തോ ഇതെനിക്ക് കണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ ക്യാപ്പ് സെറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ഇല്ല കേട്ടോ. ഞാൻ സാൻഡ് പേപ്പറിൽ ഉരച്ച് കൊടുത്തു. പിന്നെ നേരെ അതിനെ ക്ലീൻ ചെയ്ത് കൊടുത്തു, ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് പെയിൻ്റ് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. പെയിൻറ്റിന് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട ഒരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീനാണ്.
ആ ഗ്രീൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ആ ഗ്രീൻ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എൻ്റെ കയ്യിലുള്ളൊരു വാട്ടർ കളർ ട്യൂബെന്നും പിന്നെ ഫെബ്രിക് കാസ്റ്റൽ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡാണ്, എനിക്കറിയില്ല, അതും വെച്ചിട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് അങ്ങ് അടിച്ചു കൊടുത്ത്. അടിച്ചിട്ട് ഹാഫ് ആകുമ്പോഴേക്കാണ് ഇതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായ സംഭവം. അത് അങ്ങനെ ഒരു ശരിയായി വരുന്നില്ല. അപ്പം ഞാൻ ബേസ് കോട്ട് വൈറ്റ് അടിക്കാനല്ലോ എന്ന് വിചാരിച്ച് അത് അടിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാത്തിനും അടിച്ചു കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു ഗ്രീന്, ഇത് ലൈറ്റ് ഗ്രീനല്ല ഡാർക്ക് ഗ്രീനായി വന്നിട്ടുണ്ട്, എന്നാലും ഒരു ലൈറ്റും ഡാർക്ക് മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രീൻ എത്തിയപ്പോൾ ഞാൻ ഇതിന് അടിച്ചു കൊടുത്ത്. എന്നിട്ട് ആ ക്യാപ്പിന് ബ്രൗൺ കളർ അടിച്ചു കൊടുത്ത്. ബ്രൗൺ കളർ അടിക്കാൻ എൻ്റെ കയ്യിൽ ഈ എന്താ പറയുക, ഈ ബോട്ടിൽ പെയിൻറ്റില്ലേ അതിൻ്റെ 6 പീസ് വരുന്നതേ ഉള്ളൂ, അതിൽ ബ്രൗൺ ഇല്ല. അപ്പം ഞാൻ ഈ ട്യൂബിൽ നിന്ന് ബ്രൗൺ എടുത്തിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ ഈ ബ്രൗൺ ശരിയായിട്ട് വരുന്നില്ല. അങ്ങനെ പ്രാന്ത് പിടിച്ച അവസാനം അതിൽ നിന്ന് ബ്ലാക്കും ഇതിൽ നിന്ന് ബ്രൗണും മിക്സ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കളർ കിട്ടി. അങ്ങനെ ഞാൻ ഈ കളർ അടിച്ചു കൊടുത്ത്. എന്നിട്ട് പിന്നെ അടുത്ത ടാസ്ക്കാണ് ഈ ക്യൂബോയിഡിലും ക്യൂബ്സിലും എഴുതേണ്ടത്. ക്യൂബോയിഡിൽ മന്ത്സാണ് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തേൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ എഴുതാം. അങ്ങനെ 4 months ആയിട്ട് 3 ക്യൂബോയിഡിൽ എഴുതാം. പിന്നെ ക്യൂബ്സിൽ പ്രത്യേക പാറ്റേൺ ഉണ്ട്, അതായത് നമ്പേഴ്സിന്. അപ്പോൾ ആ നമ്പേഴ്സ് വെച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് കളർ വെച്ച് കണ്ണും മൂക്കും വായൊക്കെ വരച്ചു കൊടുത്ത്. പിന്നെ ആ പിക്കിൽ സൈഡിൽ 2 ഫ്ലവർ ക്ലേ കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കി, പെയിൻറ്റ് കൊണ്ട് അത് വരച്ചു കൊടുത്തു. ബോറായോ ഇല്ലെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കും. എന്നിട്ട് അതിന് ശേഷം കോട്ടിങ് വേണമല്ലോ, അതിന് വേണ്ടി ഞാൻ ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സംഭവം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഈ ക്യൂബ്സിൽ ഞാൻ കാണിക്കുന്നത് അതിൻ്റെ നമ്പേഴ്സാണ് കേട്ടോ, അത് ഞാനിവിടെ താഴെ എവിടെയെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ഞാൻ ജാനുവരി 16 വെച്ച് നോക്കി. ഇവിടെയാണ് എനിക്ക് ചെറുതായി പാളിപ്പോയത്, ഇതങ്ങോട്ട് ഉള്ളിൽ കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ ശരിടാ.